മഹാരാഷ്ട്ര മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ കാവി തരംഗം. ആകെയുള്ള 29 മുനിസിപ്പൽ കോർപ്പറേഷനുകളിൽ 23 BJP നേതൃത്വം നൽകുന്ന മഹായുതി സഖ്യം അധികാരത്തിലേക്ക്. വാശിയേറിയ പോരാട്ടം നടന്ന ബൃഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷനിൽ ശിവസേനയെ തറപറ്റിച്ചായിരുന്നു BJP സഖ്യം വിജയം നേടിയത്. മുംബൈ, നവി മുംബൈ, നാഗ്പൂർ, പൂനെ, താനെ, നാസിക്, പിംപ്രി ചിഞ്ചുവാഡ്, പൻവേൽ, കല്യാൺ ഡോംബിവാലി, സംഭാജി നഗർ എന്നിങ്ങനെ എണ്ണം പറഞ്ഞ 23 മുനിസിപ്പൽ കോർപ്പറേഷനുകളിൽ ദേശീയതയുടെ തേരോട്ടം. താക്കറെ കുടുംബം ഒന്നിച്ചിറങ്ങി BJPയെ വെല്ലുവിളിച്ച ബൃഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷനിലും കാവി കൊടുങ്കാറ്റ് വീശി. ശിവസേനയുടെ 28 വർഷത്തെ സമഗ്രാധിപത്യം പൊളിച്ച് കേവല ഭൂരിപക്ഷവും കടന്ന വിജയമാണ് മഹായുതി സഖ്യം നേടിയത്. भारत के सांस्कृतिक गौरव और आर्थिक समृद्धि दोनों के लिए विकास की इस नई इबारत को जो हम प्रधानमंत्री श्री नरेंद्र मोदी जी के रूप में लिख रहे हैं, उसके ऊपर महाराष्ट्र की जनता ने मोहर लगाई है. ആകെയുള്ള 2869 വാർഡുകളിൽ BJP 1500-നടുത്ത് സീറ്റുകൾ നേടി. ശിവസേന ഷിൻഡെ വിഭാഗം 400-നടുത്ത് സീറ്റുകളുമായി രണ്ടാമതെത്തി. കോൺഗ്രസ് 300-നടുത്തും ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം 200ഓളം സീറ്റുകളും നേടി. NCP അജിത് പവാർ വിഭാഗവും ശരത് പവാർ വിഭാഗവും ഒരുമിച്ചിറങ്ങിയിട്ടും കാര്യമായ പ്രകടനം കാഴ്ചവെക്കാനായില്ല. അസദുദ്ദീൻ ഒവൈസിയുടെ AIMIM ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചപ്പോൾ രാജ് താക്കറെയുടെ മഹാരാഷ്ട്ര നവനിർമ്മാൺ സേന ദയനീയ പ്രകടനമാണ് നടത്തിയത്. അതേസമയം പതിവ് പോലെ വോട്ട് ചോരി ആരോപണവുമായി പ്രതിപക്ഷ ക്യാമ്പ് സജീവമായിട്ടുണ്ട്. എസ് ശ്രീകാന്ത്, ജനം, ഡൽഹി.